ചില ട്രിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ ബർത്തിമേയുസിന് കാഴ്ച നൽകുന്നതാണ് നമ്മൾ വായിച്ചു കേട്ടത്. ഇവിടെ ബർത്തിമേയുസ് ഈശോയുടെ സഹായം തേടുമ്പോൾ ഈശോ അവിടെ നിന്നിട്ട് ഈ കൂടെയുള്ള ശിഷ്യന്മാരോടൊക്കെ പറയുന്നുണ്ട്, ചെന്ന് അവനെ വിളിക്കാനായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഈ ശിഷ്യന്മാര് ചെന്ന് ബർത്തിമേയുസിനോട് പറയുന്ന ഒരു വാചകമുണ്ട്. അതാണ് നമ്മളിന്ന് ചിന്തിക്കാനായിട്ട് പോകുന്നത്. അവർ ചെന്നിട്ട് ബർത്തിമേയുസിനോട് പറയുകയാണ്. അതായത് ഒരു സമയത്ത് ബർത്തിമേയുസ് ഈശോയുടെ സഹായം ചോദിക്കുമ്പോൾ ഇവര് മിണ്ടാതിരിക്കാൻ പറഞ്ഞിട്ട് ബർത്തിമേയുസിന് വാണിംഗ് ഒക്കെ കൊടുക്കുന്ന മനുഷ്യരാണ്. വീണ്ടും ചെന്നിട്ട് ബർത്തിമേയുസിനോട് പറയുകയാണ്, ധൈര്യമായിരിക്കുക, എഴുന്നേൽക്കുക, ഈശോ നിന്നെ വിളിക്കുന്നു. അതായത് ഇവർ പറയുകയാണ്, നീ ധൈര്യമായിരുന്നോ, ഈശോ നിന്നെ വിളിക്കുന്നുണ്ട്, എന്തോ നിന്നെ കൊണ്ട് ചെയ്യാനായിട്ടുണ്ട് എന്നുള്ള രീതിയിൽ ഒരു ധൈര്യം കൊടുക്കുകയാണ്. ശ്രമങ്ങൾ ഇന്നത്തെ വചനഭാഗം വായിച്ച് ചെയ്യുമ്പോൾ ഈ ഒരു വചനം നമ്മുടെ മനസ്സിലുണ്ടാകട്ടെ. ധൈര്യമായിരിക്കുക, എഴുന്നേൽക്കുക, ഈശോ നിന്നെ വിളിക്കുന്നു. നമ്മുടെ അവസ്ഥ ഏതുമായിക്കോട്ടെ, നമ്മൾ ഏത് ജീവിത സാഹചര്യത്തിലും ആയിക്കോട്ടെ, ഒരുപക്ഷെ നമ്മൾ പാപത്തിൽ വീണ് കിടക്കുകയായിരിക്കാം, ഒരുപക്ഷെ നമ്മൾ വല്ലാതെ നിരാശരായിരിക്കാം, ഒരുപക്ഷെ നമ്മൾ ഭയങ്കര സന്തോഷത്തിലായിരിക്കാം, ഒരുപക്ഷെ നമ്മൾ ഭയങ്കര സങ്കടത്തിലായിരിക്കാം. ഏത് ജീവിതാവസ്ഥയുമായിക്കോട്ടെ ഈ ഒരു വചനം നമ്മുടെ മനസ്സിൽ നിന്ന് നമുക്കൊന്ന് സൂക്ഷിക്കാം. ധൈര്യമായിരിക്കുക, എഴുന്നേൽക്കുക, ഈശോ നിന്നെ വിളിക്കുന്നു. ദൈവത്തിന് നിന്നെ കൊണ്ട് എന്തോ പദ്ധതിയുണ്ട്, അല്ലെങ്കിൽ ദൈവത്തിന് നിന്റെ ജീവിതത്തിൽ എന്തൊക്കെയോ ചെയ്യാനുണ്ട്. ഈ ഒരു പ്രതീക്ഷയോടെ മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഈ ഒരു വചനം നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കാം. ധൈര്യമായിരിക്കുക, എഴുന്നേൽക്കുക, ഈശോ നിന്നെ വിളിക്കുന്നു. ദൈവം അനുഗ്രഹിക്കും.